പ്രവാസ ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. സ്കിൽഡ് വർക്കർമാരുടെ സ്പോൺസർഷിപ്പ് ചെലവുകൾ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്നതിന് യുകെയിൽ നിരോധനം. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികൾക്ക് ആശ്വാസകരമായ നടപടിയാണിത്. യുകെയിലെ തൊഴിൽ ദാതാക്കൾ സ്കിൽഡ് വർക്കർമാരുടെ സ്പോൺസർഷിപ്പ് ചെലവുകൾ ഇനി വഹിക്കണം. സ്പോൺസർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റുകൾ, സ്പോൺസർ ലൈസൻസുകൾ, മറ്റ് അനുബന്ധ ചെലവുകൾ തുടങ്ങിയ ചെലവുകൾ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കരുതെന്ന പുതിയ നിയമം അനുശാസിക്കുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 31 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. നിരോധനം നിലവിൽ സ്കിൽഡ് വർക്കർ റൂട്ടിന് ബാധകമാണ്. മറ്റ് സ്പോൺസർ ചെയ്ത വർക്ക് റൂട്ടുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 2.3 ലക്ഷം രൂപയാണ് സ്പോൺസർഷിപ്പ് ചെലവായി വരുന്നത്. ഇന്ത്യൻ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രതിഭകളെ നിയമിക്കുമ്പോൾ സ്പോൺസർമാർ ഈ ചെലവുകൾ വഹിക്കണം. ഈ നിയമങ്ങൾ ലംഘിക്കുന്ന സ്പോൺസർമാർക്ക് അവരുടെ സ്പോൺസർ ലൈസൻസ് അസാധുവാക്കുന്നതുൾപ്പെടെ കഠിനമായ പിഴകൾ നേരിടേണ്ടി വരും. പുതിയ സ്പോൺസർമാരെ കണ്ടെത്തുകയോ യുകെ വിടുകയോ ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർക്ക് സാമ്പത്തിക നഷ്ടം, വിസ തടസ്സങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. യുകെയിലേക്കുള്ള സ്കിൽഡ് വർക്കർ വിസ സ്വീകർത്താക്കളുടെ ഏറ്റവും വലിയ ഉറവിടം ഇന്ത്യയാണ്. 2024 മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ ഏകദേശം 1,60,676 തൊഴിൽ വിസകൾ ഇന്ത്യൻ പൗരന്മാർക്ക് അനുവദിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തുന്നു. നികുതിയായി ലഭിക്കുന്ന തുക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിക്ഷേപിക്കാനാണ് നീക്കം. കുവൈറ്റ് എന്നു മുതൽ വാറ്റ് ഈടാക്കുമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. മറ്റ് GCC രാജ്യങ്ങൾ 2018 മുതൽ മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയിരുന്നു. UAEയിൽ 5% വാറ്റ് ഈടാക്കുന്നത്. സൗദിയിൽ 15%, ബഹ്റൈനിൽ 10% വാറ്റ് ചുമത്തുന്നുണ്ട്. ഖത്തറും വാറ്റ് നടപ്പിലാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുസേവനങ്ങൾ, സുസ്ഥിര വികസനം എന്നിവയിൽ പുനർനിക്ഷേപം നടത്തുന്നതിന് ഗവൺമെന്റുകൾക്ക് അധിക വരുമാനം നൽകുന്ന മേഖലയുടെ സാമ്പത്തിക പരിവർത്തനത്തിലെ സുപ്രധാന ചുവടുവയ്പായാണ് വാറ്റ് അവതരിപ്പിക്കുന്നത്. വാറ്റിനു പുറമെ GCC രാജ്യങ്ങൾ കോർപ്പറേറ്റ് നികുതി നിരക്ക് 15% നടപ്പിലാക്കുന്നു. കുറഞ്ഞ നികുതി അധികാര പരിധിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നുള്ള നികുതി ഒഴിവാക്കൽ തടയുന്നതിനും ന്യായമായ സംഭാവനകൾ ഉറപ്പാക്കുന്നതിനുമാണ് ഈ നടപടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വർഷം മുതൽ കോർപ്പറേറ്റ് നികുതി ഈടാക്കി തുടങ്ങുമെന്ന് കുവൈറ്റ് നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിലേക്ക് ഇൻഫ്ലുവൻസർമാരെ ആകർഷിക്കുന്നതിന് കണ്ടന്റ് ക്രിയേറ്റർ ഹബ്ബ് സ്ഥാപിച്ചു. 1 ബില്യൺ ഫോളോവേഴ്സ് ഉച്ചകോടിയിലായിരുന്നു പ്രഖ്യാപനം. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ഉച്ചകോടിയാണ് ദുബായിൽ നടന്നത്. 15,000-ലധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും 420-ലധികം ആഗോള സ്വാധീനം ചെലുത്തുന്നവരെയും വിദഗ്ധരായ പ്രഭാഷകരെയും ആകർഷിക്കുന്ന ഉച്ചകോടി അതിന്റെ 3ാം പതിപ്പിൽ കാര്യമായി സ്വാധീനം നേടി. ദുബായിലേക്ക് 10,000 ഇൻഫ്ലുവൻസർമാരെയും ഭാവി തലമുറയിലെ പ്രതിഭകളെയും ആകർഷിക്കുന്നതിനാണ് കണ്ടന്റ് ക്രിയേറ്റർ ഹബ് സ്ഥാപിച്ചത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 100 അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. മെറ്റ, എക്സ്, ടിക്ടോക്ക്, യൂട്യൂബ് ഫിൽറ്റർ, ക്രിയേറ്റർ നൗ, ന്യൂ മീഡിയ അക്കാദമി തുടങ്ങിയവയുടെ അംഗീകാരം ക്രിയേറ്റർ ഹബിനുണ്ട്. സുസ്ഥിര ഡിജിറ്റൽ മീഡിയ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉള്ളടക്ക നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സാമ്പത്തിക മേഖലയെ വികസിപ്പിക്കുന്നതിനും UAE ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്നു. സ്രഷ്ടാക്കളെയും പ്രതിഭകളെയും മുതൽ ഇന്നോവേറ്റർമാർ, നിക്ഷേപകർ, ടെക് കമ്പനികൾ, പ്രധാന ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരെ ഈ മേഖലയിലെ എല്ലാ പങ്കാളികളെയും ആകർഷിക്കുന്ന ഒരു സുപ്രധാന കേന്ദ്രമായി മാറുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US സമ്പദ് വ്യവസ്ഥയ്ക്ക് H1B വിസ സമ്പ്രദായം ഉപകാരപ്രദമെന്ന റിപ്പോർട്ട്. കോടിക്കണക്കിന് ഡോളറാണ് H1B വിസ പ്രോഗ്രാമിൽ നിന്ന് US സർക്കാർ സമ്പാദിക്കുന്നത്. H1B വിസ പ്രോഗ്രാം വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് US തൊഴിൽ സേനയിൽ ചേരാനുള്ള വഴി മാത്രമല്ല, USലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്നത് വലിയ സംഭാവന കൂടിയാണ്. അപേക്ഷാ ഫീസ് വഴി ലഭിക്കുന്ന വരുമാനം മുതൽ H1B വിസ തൊഴിലാളികൾക്ക് നൽകുന്ന ശമ്പളം വരെ ഇതിൽ ഉൾപ്പെടുന്നു. H1B വിസ പ്രോഗ്രാമിൽ നിന്ന് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ഡോളറാണ് US സർക്കാർ സമ്പാദിക്കുന്നത്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ H1B വിസ പ്രോഗ്രാമിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ വർഷവും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ലക്ഷക്കണക്കിന് H1B വിസ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നു. വിസ അപേക്ഷകരിൽ നിന്ന് ഈടാക്കുന്ന നിർബന്ധിത ഫീസുകളിലൂടെ ഗണ്യമായ വരുമാനമാണ് ലഭിക്കുന്നത്. 2022 സാമ്പത്തിക വർഷത്തിൽ 4,80,000 H1B വിസ അപേക്ഷകൾ ലഭിച്ചു. ഇതിൽ 85,000 പുതിയ വിസകൾ വാർഷിക പരിധിക്ക് കീഴിൽ ഇഷ്യൂ ചെയ്തു. ഈ കണക്കുകൾ ഉപയോഗിച്ച് പ്രോഗ്രാം പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ വരുമാനമുണ്ടാക്കുന്നു. അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിലിന്റെ 2023 റിപ്പോർട്ട് അനുസരിച്ച് പ്രതിവർഷം $500 മില്യൺ H1B ഫയലിംഗ് ഫീസ് ഇനത്തിൽ മാത്രം ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GCC രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിൽ മുന്നേറ്റം നടത്തി ഖത്തർ. GCC രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ 64% വർധനവാണ് രേഖപ്പെടുത്തിയത്.
GCC രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായി നാഷണൽ പ്ലാനിംഗ് കൗൺസിലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. GCC രാജ്യങ്ങളിൽ ഖത്തറിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി UAE ആണ്. കഴിഞ്ഞ വർഷം ആദ്യ 8 മാസങ്ങളിൽ UAEയുമായുള്ള ഖത്തറിന്റെ ഉഭയകക്ഷി വ്യാപാരത്തിന്റെ അളവ് 18.9 ബില്യൺ റിയാലാണ്. 14.865 ബില്യൺ റിയാലിന്റെ ചരക്കുകളും സേവനങ്ങളുമാണ് ഖത്തർ കയറ്റുമതി ചെയ്തത്. പ്രധാന കയറ്റുമതിയിൽ പെട്രോളിയം വാതകങ്ങളും ഹൈഡ്രോ കാർബണുകളും ഉൾപ്പെടുന്നു. കുവൈറ്റുമായുള്ള ഉഭയകക്ഷി വ്യാപാരം കഴിഞ്ഞ വർഷം 7.36 ബില്യൺ റിയാലായിരുന്നു. ഖത്തറിന്റെ കുവൈറ്റിലേക്കുള്ള കയറ്റുമതി 5.18 ബില്യൺ റിയാലായിരുന്നു. കുവൈറ്റിൽ നിന്നുള്ള ഇറക്കുമതി 2.184 ബില്യൺ റിയാലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.